അയ്യപ്പേട്ട, സംസ്ഥാനമെമ്പാടും പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ, നഗരസഭകളിലൊക്കെ വിജയിച്ച ആളുകളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങായിരുന്നു ഇന്ന്. സംഭവബഹുലമായ സത്യപ്രതിജ്ഞാ ചടങ്ങിനാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാവുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കുറേ വിചിത്രമായ സംഭവങ്ങൾ നടന്നു എന്നാണ് നമുക്ക് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. CPM-ന് ഇനി അടങ്ങിയിരിക്കാൻ കഴിയുമോ? പ്രത്യേകിച്ച് BJP ആണ് ഇനി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാൻ പോകുന്നത്. തുഫൽ, ഇതിലെ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് ഇന്ന് നമ്മൾ ടി വിയിലൂടെ കണ്ടതാണ്. ഞാനിപ്പോൾ ഇവിടെ ആയതുകൊണ്ടാണ്. നാട്ടിലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും സത്യപ്രതിജ്ഞ ആണെങ്കിൽ നമ്മൾ പോയേനെ കാണാനായിട്ട്. ശരി, പോട്ടെ. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇന്ന് നടന്നിരിക്കുന്ന വിചിത്രമായ സംഗതികൾ, ഒന്ന് മുക്കിന് അപ്പം നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഈ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ചില സമയങ്ങളിൽ അന്ധമായ, അവരുടെ തലപ്പത്തിരിക്കുന്ന തലസ്ഥാനത്ത് ചില നേതാക്കൾക്ക് അന്ധമായ RSS വിരോധം വരും. അതേ നിമിഷം തന്നെ ഇവർക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ ന്യൂനപക്ഷ വിരോധം വരും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഭൂരിപക്ഷ ഇഷ്ടം വരും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഭൂരിപക്ഷ വിരോധം വരും. എന്നിട്ട് ഭൂരിപക്ഷ ന്യൂനപക്ഷത്തെക്കുറിച്ച് പറയും. പണ്ട് EMS അങ്ങനെയായിരുന്നു. EMS ഇന്ന് ന്യൂനപക്ഷത്തെ പ്രകീർത്തിച്ച് ഒരു വർത്തമാനം പറഞ്ഞാൽ നാളെയോ മറ്റന്നാളെയോ അത് വളച്ചൊടിച്ച് വേറെ രീതിയിൽ അവരങ്ങനെ സംസാരിക്കും. അപ്പോൾ അങ്ങനെ അവർക്ക് തോന്നുമ്പോൾ വിരോധം ഉണ്ടാവുകയും, ഈ തലപ്പത്തിരിക്കുന്ന നേതാക്കൾക്ക്, അല്ലാതെ ചില നേതാക്കൾക്ക് തോന്നുമ്പോൾ വിരോധം ഉണ്ടാവുകയും അല്ലാത്തപ്പോൾ വിരോധം ഇല്ലാതാവുകയും, അടിയിൽ കൂടെ നമ്മൾ കാണക്കൊണ്ട് ടേൺ അടിക്കുകയും, കുട്ടി സഖാക്കളെ കൊണ്ട് പിന്നെ ഈ എന്താ പറയുക, ചുടിയോറ് തീറ്റിപ്പിക്കുകയും തീക്കൊള്ളി കൊണ്ട് തലയുറയിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന സ്വഭാവമുള്ള, ഇത്രയും ഉദാഹരണം പറഞ്ഞാൽ അത്രയും അതിന് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ചെയ്യുന്ന CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഇന്ന് സ്വന്തം ബാലും ചുരുട്ടി മടക്കി വെച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP-ക്കാരായിട്ടുള്ള 50 കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. കൂടാതെ അവർ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ RSSൻ്റെ ഗണഗീതവും അവിടെ പാടി. അത് നിങ്ങൾക്കറിയൂ? RSSൻ്റെ ഗണഗീതം പാടി. RSS അവിടെ ഭാരതമാതാവിൻ്റെ ചിത്രം വെച്ചതിനാണ് ഈ കണ്ട രീതിയിൽ അവിടെ VCയെ ഓഫീസിനകത്ത് കയറാൻ സമ്മതിക്കാതെ, സിസ തോമസ് എന്ന് പറയുന്ന ടെക്നിക്കൽ സർവകലാശാല അവരെ കയറാൻ സമ്മതിക്കാതെ, അല്ലാതെ ഈ കണ്ട കോപ്രായുമൊക്കെ കാണിച്ചിട്ട് അവസാനം സജി ഗോപിനാഥും ടെസ എന്ന് പറയുന്ന വൈസ് ചാൻസലർ, ഇവർ രണ്ടുപേരെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പറയുന്ന ഗവർണറെ പോയി കണ്ട് കാല് പിടിച്ച് അവിടെ കയറ്റി. അപ്പോൾ കാണക്കൊണ്ടൊന്ന്, അത് അണികൾ കാണക്കൊണ്ടൊന്ന്, CPM-ലെ അണികൾ കാണക്കൊണ്ടൊന്ന്. ഷോ പ്രസംഗിച്ചതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അതെ, ഷോ പ്രസംഗിച്ചതും അല്ലാതെ SFIയുടെ ഇത്തിരി പോകുന്ന പുതിയ നേതാക്കൾ സംസാരിച്ചതും ഒക്കെ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അണികൾ കാണക്കൊണ്ട് ഒരു വർത്തമാനം പറയുക, എന്നിട്ട് അടിയിൽ കൂടെ വേറൊരു പാലം പണിയുക. എന്നിട്ട് ഇന്ന് ഗണഗീതം അവിടെ BJP-ക്കാർ പാടി, കൗൺസിലർമാരുൾപ്പെടെ. CPM നേതാക്കൾ എവിടെ പോയി? അല്ലെങ്കിൽ അവർ അത് കേട്ട് നിൽക്കേണ്ട ഗതികേടുണ്ടായില്ലേ? ഇവർ മുക്കിന് തീവ്ര ഹിന്ദുത്വ വികാരത്തെ എതിർക്കുന്നവരാണല്ലോ. അത് നമ്മൾ കേട്ട് നിൽക്കേണ്ടി വന്നു. ഇനി വരും കാലത്ത് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ കൗൺസിലർമാരും ഭരണത്തിരിക്കുന്ന BJP-ക്കാരും തമ്മിൽ തുടങ്ങാൻ പോകുന്ന ഒരു അംഗത്തിൻ്റെ തുടക്കമാണ് ഇന്ന് ഈ ഗണഗീതം അവിടെ പാടുന്നതിന് സാക്ഷിയായി പല്ലും കടിച്ച് വാലും ചുരുട്ടി നാണം കെട്ട് തലയും കുമ്പിട്ട് CPM കൗൺസിലർമാർക്കും നേതാക്കൾക്കും തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് ഇന്ന് നിൽക്കേണ്ടി വന്നത്. 2, AKG സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന കുന്നുകുഴിയിൽ ജയിച്ചിരിക്കുന്ന മേരി പുഷ്പം, പാവമാണവർ. ആ കൗൺസിലർ ഇന്ന് ബൈബിൾ കൈവച്ചുകൊണ്ടാണ് അവർ സത്യപ്രതിജ്ഞ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. ബൈബിളാണോ അതോ ഇന്ത്യൻ ഭരണഘടനയാണ് കോൺഗ്രസ്സുകാരൊക്കെ വെച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരുടെ കയ്യിൽ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, അത് ബൈബിളാണെന്നാണ് എൻ്റെ വിശ്വാസം. ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. എന്നിട്ട് അവർ ഉടൻ തന്നെ സ്വാമിയേ ശരണമയ്യപ്പ എന്നുകൂടെ അവർ വിളിച്ചു. അത് CPM-മാർക്കിട്ട് കൊടുത്ത ഒരു കൊട്ടാണ്. ഇതേപോലെ മുക്കിന് ഒരു ശരണം വിളിയിൽ CPM നേതാക്കൾ അസഹിഷ്ണുരാകുന്നത് നമുക്ക് കാണേണ്ടി വരും. നമുക്ക് ഈ ലോകത്തുള്ളവരെ എല്ലാം കൂടുതലും വിമർശിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാരാണ്, അറിയാമോ? ലോകത്തുള്ളവരെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നവരാണ്. ഇവിടെയാണോ ഭഗവാൻ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന്, ഈ ദൈവം കൃഷ്ണൻ ഇരിക്കുന്ന ഇവിടെയാണോ എന്നാണ് പിണറായി വിജയൻ ഗുരുവായൂർ എത്തിയിട്ട് ചോദിച്ചത്. ശബരിമലയോട് അവർക്ക് ഭയങ്കരമായ സ്നേഹം ഉണ്ടായിട്ടൊന്നും അവർ ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഗമം നടത്തിയൊന്നുമല്ല. അയ്യപ്പനെ എങ്ങനെ കച്ചവടം അടിക്കുക എന്നുള്ളതാണ് അവർ നോക്കിക്കൊണ്ടിരുന്നത്. അയ്യപ്പനെ അവർ കച്ചവടം അടിച്ചു, കട്ടളപ്പാളി വിറ്റു,
പീഠം വിറ്റു, ഇനി വിൽക്കാമൊന്നുമില്ല, ഇനി അയ്യപ്പൻ്റെ വിഗ്രഹം കൂടെ വിറ്റാൽ മതി അല്ലേ. അപ്പോൾ ആ രീതിയിൽ പറഞ്ഞ അവർക്ക് ചുട്ട മറുപടിയാണ് ഇന്ന് മേരി പുഷ്പം എന്ന് പറയുന്ന ഒരു കൗൺസിലർ, ഒരു സാധാരണ കൗൺസിലർ, എത്രയോ വർഷമായിട്ട് കൗൺസിലർ ആകുന്ന ഒരു തനി കോൺഗ്രസ്സുകാരിയാണ്. അവരവിടെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഒരു വിചിത്ര കാഴ്ചയായിരുന്നു. വായിൽ കൈവച്ചു പോയി, കോൺഗ്രസ്സുകാരും കൈവച്ചു പോയി. അവർ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി DCC അറിയിച്ചിരുന്നു, ഞാനിങ്ങനെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറയൂ എന്നുള്ളത്. അച്ചടക്കമല്ലാതെ ആയിപ്പോണെങ്കിൽ അപ്പോൾ അവരോട് നിങ്ങൾ പറഞ്ഞോന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്തോറും ശരണം വിളി കേൾക്കുമ്പോഴും CPM നേതാക്കൾക്ക് അസഹിഷ്ണുതയുണ്ടാവും. ഇനി കോൺഗ്രസ്സിന് നേട്ടമാകാൻ പോകുന്ന വോട്ടിൻ്റെ, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, നിയമസഭയ്ക്ക് മുമ്പ് ഇനി വരാൻ പോകുന്ന 2 മാസം, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഈ 3 മാസവും ശരണമന്ത്രങ്ങൾ സ്വാമിയേ ശരണമയ്യപ്പ എന്ന വിളി CPMൻ്റെ അടപ്പ് തെറിക്കും. സ്വാമിയേ ശരണമയ്യപ്പ എന്ന ഒരൊറ്റ വിളി മതി. അപ്പോൾ ഇന്ന് മേരി പുഷ്പം പ്രതീകാത്മകമായിട്ടാണ് ഇന്ന് അവിടെ സംസാരിച്ചത്. ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ തുഫൈൽ ഒരു CPM നേതാവാണെങ്കിൽ, ഞാനൊരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ സംസാരിച്ച് കഴിഞ്ഞിട്ട് സ്വാമിയേ ശരണമയ്യപ്പ എന്ന് പറഞ്ഞാൽ മതി, അപ്പോഴത്തേക്ക് ആയിക്കോളും. ഇനി അങ്ങോട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കാൻ പോകുന്ന, ഇനി ഉണ്ടാകാൻ പോകുന്ന അംഗത്തിൻ്റെ തിലകക്കുറിയാണ് BJP ഇന്ന് അവിടെ ഈ പറയുന്ന രീതിയിൽ അവരുടെ RSSൻ്റെ ഗണഗീതം പാടിയത്. അപ്പോൾ ഇവിടുത്തെ കുട്ടി സഖാക്കൾക്ക് കൊണ്ട് ചൊറിയും, ചിലപ്പോൾ അടി എരന്ന് വാങ്ങിക്കും. ആൾബലവും അംഗബലവും കൂടുതൽ BJPക്കാണ്. ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു കുരുതിക്കളമായി തീരും. കിട്ടാത്ത മുന്തിരി പുളിക്കുക എന്ന് പറയുന്ന പോലെ ഇത്രയും കാലം ഭരണത്തിരുന്നതിൻ്റെ അഹങ്കാരം കാണിച്ച CPM എന്ന് പറയുന്ന പാർട്ടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ നാണം കെട്ട് പ്രതിപക്ഷമായിട്ട് അവിടെ ഇരിക്കും. SP ദീപക്കും വഞ്ചൂർ ബാബുവും, ജയിച്ചവരിലെ പ്രമുഖരായിട്ടുള്ള വേറെ ആരൊക്കെയുണ്ടോ, ശ്രീകുമാറും, വേറെ ഇനി ആരൊക്കെ ജയിച്ചെന്ന പേരെനിക്ക് പെട്ടെന്ന് ഓർത്ത് പറയാൻ പറ്റുന്നില്ല, അവരെല്ലാവരും ഇനി ഉണ്ടയിട്ട് അവിടെ ഇരിക്കേണ്ടി വരും. കാര്യം BJPയാണ് അവരുടെ മേയർ മിക്കവാറും BV രാജേഷ് ആവാൻ സാധ്യതയുണ്ട്. 50 പേര് സാധ്യതയില്ല, ഇല്ല, അവരെ വീണ്ടും മത്സരിപ്പിക്കാനാണ് സാധ്യത. അപ്പോൾ നമ്മളിവിടെ കാണാൻ പോകുന്നത് ഒരു വലിയ അംഗത്തിൻ്റെ തുടക്കം ഇന്ന് കോർപ്പറേഷനിൽ ആരംഭിച്ചു. മേരി പുഷ്പത്തിൻ്റെ സ്വാമിയേ ശരണമയ്യപ്പ എന്ന വിളിയും CPMൻ്റെ കരണത്തേറ്റ പ്രഹരമാണ്. ഇനി ഈ സ്വാമിയേ ശരണം വിളി എന്ന് പറയുന്നത് CPMന് കരണത്ത് കിട്ടുന്ന തുടർ അടികളുടെ സാധ്യതയാണ്. ഈസി വാക്ക് ഓവർ കോൺഗ്രസ്സിന് നിയമസഭയിൽ ഉണ്ടാകുമെന്നതിൻ്റെ ശുഭസൂചനയാണ് ഈ സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രധ്വനി. അയ്യപ്പനെ ആത്മാർത്ഥതയോടെ കോൺഗ്രസ്സുകാർ വിളിച്ചാൽ മതി, ഉറപ്പായിട്ടും അവർ ഭരണത്തിൽ വരും. CPMമാർ ഉണ്ടയിട്ട് ഓടേണ്ട അവസ്ഥ, അടപടലം പൂട്ടും എന്നൊക്കെ നമ്മൾ സിനിമയിൽ പറഞ്ഞ പോലെ അടപടലം പൂട്ടി. ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ടേൺ എടുത്ത് ഇപ്പോൾ നമ്മുടെ ആർലേക്കറെ കാണാൻ പോയി മുട്ടുമടക്കി. ഇനി വരാൻ പോകുന്ന 3 മാസം സംസ്ഥാന കമ്മിറ്റിയിൽ അദ്ദേഹത്തിനെ എതിർത്തു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞ തെറ്റ്, രാജീവും ശ്രീമതിയും ഒക്കെ അദ്ദേഹത്തെ എതിർത്തു, സംസ്ഥാന കമ്മിറ്റിയിൽ എതിർത്തു എന്ന് പറഞ്ഞപ്പോൾ തെറ്റാണ് മാധ്യമങ്ങളിൽ വന്ന വാർത്ത എന്ന് നോട്ടീസ് ഇറക്കി. അപ്പോൾ ഇനി എത്ര പൊതിഞ്ഞു വയ്ക്കാൻ പിണറായി വിജയൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും പിണറായി വിജയൻ എന്ന പാർട്ടിയുടെ ഉന്നതനായ നേതാവിനെയും എത്ര പൊതിഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചാലും അതിനെ അധികം നോക്കില്ല, അതെല്ലാം പൊട്ടിച്ച് പുറത്ത് വരും. അവരെ സംബന്ധിച്ച് അവരുടെ അധികാരം മതി. ആ അധികാരത്തിന് വേണ്ടി അവർ ഏതറ്റം വരെയും പോവും. BJPയെ സംബന്ധിച്ച് കോൺഗ്രസ് മുക്ത ഭാരതമാണ് അവർ സ്വപ്നം കാണുന്നത്. പക്ഷെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുമ്പോൾ അവർ കോൺഗ്രസിനെ മുക്തമാക്കുന്നതേ ഉള്ളൂ. CPMനെ തട്ടിത്തെറിപ്പിച്ച് എന്നേക്കുമായി തട്ടിത്തെറിപ്പിച്ച് കളയാനുള്ള ഒരു ലക്ഷ്യം കൂടെ അവരുടെ കയ്യിലുണ്ട്. അതിന് നിമിത്തമാകും പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രി. അങ്ങനെയാവും CPM. നമുക്ക് കാത്തിരിക്കാം. ഒരു വലിയ അംഗത്തിൻ്റെ തുടക്കം ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇനി വരുന്ന നാളുകളിൽ നമ്മുടെ വാർത്താ ദിനങ്ങളിൽ ഒരു പ്രമുഖ വാർത്തയാകും CPM കൗൺസിലർമാരും BJP കൗൺസിലർമാരും തമ്മിൽ തല്ലി. എവിടെ? തിരുവനന്തപുരം കോർപ്പറേഷൻ.